ഇരിക്കുമ്പോൾ ബഷീറിൻ്റെ കഥകളായിരുന്നു ഞങ്ങളെ രസിപ്പിച്ചിരുന്നത്, ഞങ്ങളെ ചിരിപ്പിച്ചിരുന്നത്. ബഷീറിൻ്റെ റിയൽ ലൈഫിലെ കഥകൾ ഞങ്ങളെ ചിരിപ്പിച്ചിരുന്നു. അത്രത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു ബഷീർ. പിന്നെ വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഒരു ഗ്യാപ്പൊക്കെ വന്ന് ഞാൻ സിനിമയിൽ സജീവമായി നിൽക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഞാൻ നോക്കുമ്പോൾ മകൻ്റെ കൂടെ വന്നിരിക്കുകയാണ്. മകനാണ് അതിനകത്തൊരു മെയിൻ പേഷ്യൻ. മലയാള സിനിമയിൽ ആദ്യത്തെ 50 കോടി കടന്ന് അതിലും വലിയ ഒരു മലയാള സിനിമയിലെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായി. അപ്പോൾ ബഷീറിൻ്റെ ആഗ്രഹങ്ങൾ ബഷീർ സഫലീകരിച്ച മകനിലൂടെ പിന്നീട് കുറേ കാലം കഴിയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ബഷീർ കുറേ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ലിങ്ക് എനിക്ക് അയച്ചിട്ട് ഇതൊന്ന് കാണണം എന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ഗംഭീര ഷോർട്ട് ഫിലിം. ഞാൻ ചോദിച്ചു, ഞാൻ നമ്മുടെ നോർമലി നോക്കില്ലല്ലോ സംവിധാനം, ഒരു ഷോർട്ട് ഫിലിം അങ്ങനെ കണ്ടു. ബഷീർ അഭിനയിച്ചാവാം എന്ന് വിചാരിച്ചു കണ്ടു, അല്ലെങ്കിൽ റോഷൻ അഭിനയിച്ചാവാം വിചാരിച്ച് കണ്ടു. പക്ഷെ അതൊന്നുമില്ല, ഇതാരും ഇല്ലാത്തൊരു ഷോർട്ട് ഫിലിം. ഗംഭീരം, ഞാനത് ഉഗ്രം, നല്ല മേക്കിംഗ് കേട്ടോ. ആണോ ചോദിച്ചു. അതെ, ഞാനാണ് എൻ്റെ സംവിധായകൻ. ഞാനാണോ? പിന്നീട് ഉണർവ് എന്നുള്ള ഷോർട്ട് ഫിലിമിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. ഒരുപാട് അവാർഡ്സ് ഇപ്പോഴും ഡെയിലി നമ്മൾ ഫേസ്ബുക്കിലോ എവിടെയെങ്കിലുമൊക്കെ ബഷീറിൻ്റെ അവാർഡിൻ്റെ വാങ്ങിക്കുന്ന ഒരു ഫോട്ടോ കാണാൻ പറ്റും. എന്താണ്, വ്യത്യസ്തമായ വേഷമാണ്. ഞാൻ എന്താണ്, പോലീസാണ്. വ്യത്യസ്തം. എനിക്ക് നമ്മൾ 100-ൽ 99 പോലീസ് സ്റ്റേഷൻ ചെയ്ത് എൻ്റെ അടുത്ത് പറഞ്ഞു വ്യത്യസ്തം. പക്ഷേ ബഷീർ വിളിച്ചാൽ പോകാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ വന്നു തുടങ്ങി കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ശ്രീജിത്തുണ്ട്, മൊത്തം ക്രൂ, രതീഷ് പാലോടുണ്ട് അസോസിയേറ്റ്, മൊത്തം ക്രൂ സിനിമാക്കാരൻ. വളരെ ഗംഭീരം. നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞ ആരാണ് ഹീറോ. അപ്പം അവിടെ പൂജയൊക്കെ നടക്കുന്ന സമയത്ത് ഒരു അടിപൊളി ഗ്ലാസ്സൊക്കെ ഇട്ടിട്ട് ഒരാളിങ്ങനെ മാറി ഒരു ഭയങ്കര ഒരു, ഞാൻ വിചാരിച്ചു ഒരു ഫോറിനറായിരിക്കും, ഫോറിനിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന ആളായിരിക്കും വിചാരിച്ചു, അല്ലെങ്കിൽ ആംഗ്ലോ ഇന്ത്യൻ. അങ്ങനെ ഒരാൾ മാറി നിൽപ്പുണ്ട്. ബഷീർ പറഞ്ഞു ഇദ്ദേഹമാണ് ഈ പ്രധാന കഥാപാത്രം ചെയ്യുന്ന ആൾ. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്കും ഒരു ചെറിയ ചിരിയൊക്കെ ഇട്ട്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു ഭയങ്കര ജാടയായിരിക്കും, കാരണം നല്ല ഗ്ലാസ്സൊക്കെ വെച്ച് നിൽപ്പുണ്ടേ, ജാടയായിരിക്കുന്നത്. പക്ഷേ സംഭവം ജാടയല്ല, ആദ്യമായി അഭിനയിക്കുന്നതിൻ്റെ അതുകൊണ്ടൊന്നും മാറി നിന്നാണ്. പക്ഷേ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഗംഭീര മനുഷ്യനാണ് മനസ്സിലായി. പിന്നെ അഭിനയിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു വെല്ലുവിളിയായി. ഞാൻ പറഞ്ഞു ഇയാൾ കൊള്ളാമല്ലോ, ഇയാൾ കുറേ ദൂരം മലയാള സിനിമയിൽ പോകുമെന്ന് തോന്നുന്നു. വളരെ ഗംഭീരമായി ആ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ഒട്ടും ദേഷ്യം കണ്ണിലെ ആ ചുവപ്പ് മറയ്ക്കാനാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ചൂടായി പറഞ്ഞു വന്നില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറുമെന്ന് പറഞ്ഞു. ഞാൻ പേടിച്ചിട്ട് വന്നു, കാരണം ഈ കോഴിക്കോടും ഇയാൾക്ക് കൊണ്ട് കൊണ്ടാ സെറ്റപ്പ്. അതുകൊണ്ട് എന്തായാലും ഇത് തീർച്ചയായും നിങ്ങളെ മനസ്സിനെ ഒന്ന് എന്താ പറയുക, ഒരു നിമിഷമെങ്കിലും നിങ്ങൾ ഇമോഷണൽ ആവും എന്ന് 100% ഗ്യാരണ്ടിയോട് ഞാൻ പറയാം. ഇത് ഒരുപാട് ദൂരം മുന്നോട്ട് പോകും.